Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ബികോം BBA സ്റ്റുഡൻസിന്റെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SA ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 4th സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. പേര് പറയുന്ന പോലെ തന്നെ 2 സബ്ജക്റ്റുകളുടെ മിക്സ്ചർ ആണ് വരുന്നത്. ടോട്ടൽ നമുക്ക് 5 മൊഡ്യൂള് ഉള്ളതില് 3 മൊഡ്യൂള് വരുന്നത് ബാങ്കിങ് ഏരിയയിൽ നിന്നും 2 മൊഡ്യൂള് വരുന്നത് ഇൻഷുറൻസ് ഏരിയയിൽ നിന്നാണ്. സോ അങ്ങനെയാണ് നമ്മുടെ കണ്ടോ, ആദ്യത്തെ 3 മൊഡ്യൂള് വരുന്നത് ബാങ്കിങ്ങും പിന്നെ വരുന്നത് 2 ഇൻഷുറൻസ് ആണ്. ലാസ്റ്റ് ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കാണുന്നൊരു കാര്യം, ആദ്യത്തെ ഒരൊറ്റ മൊഡ്യൂള് ഇതിൽ നിന്ന് മെജോറിറ്റി ചോദ്യങ്ങൾ വരാണ്. എന്ന് പറഞ്ഞാൽ 4 എസ്സേയില് 3 എസ്സേ വരെ ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന് ഇടാണ്. ആദ്യത്തെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 3 എസ്സേ, ദെൻ ഇൻഷുറൻസിലെ ഏതെങ്കിലും ഒരു ചോദ്യം, ഈ 2 മൊഡ്യൂളത്തെ ഏതെങ്കിലും ഒരു ചോദ്യം. ഇപ്പൊ ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇനി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. സോ നിങ്ങളാണെങ്കിലും പഠിക്കുന്ന സമയത്ത് വെറുതെ ഓർഡറിൽ ഒരുപാട് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഫസ്റ്റ് മൊഡ്യൂളിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇൻഷുറൻസിന്റെ ഏരിയയിൽ നമുക്ക് 4 എസ്സേയില് 3 എസ്സേ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നു. ഇൻഷുറൻസ് അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം അല്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് ആദ്യം തന്നെ പറയാൻ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞേ. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 60% ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം 2 എസ്സേ അവിടെ തന്നെ മിക്കതും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പാറ്റേൺ വെച്ചിട്ട്. പിന്നെ 5 മാർക്സിന്റെ ചോദ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ, 2 മാർക്സിന്റെ പകുതി ചോദ്യങ്ങളടക്കം ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ദെൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് 3ാമത്തെ മൊഡ്യൂളിൽ കാണാൻ സാധിക്കും, ഈ ബാങ്കിങ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചാൽ ഈ ബാങ്കിങ്ങിലത്തെ പല കാര്യങ്ങളും അവിടെയും കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. അതുകൊണ്ട് തന്നെ അതിലത്തെ ചോദ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ഉള്ള ചോദ്യങ്ങൾ മുഴുവൻ എക്സാമിന് കാണാനുണ്ട്. സ്കിപ്പ് ചെയ്യാനുള്ള ഏരിയാസ് വളരെ കുറവാണ്. നേരെ മറിച്ച് മൊഡ്യൂൾ നമ്പർ 2 അതിൽ ചെക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഒരുപാടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കുറവാണ് വരുന്നത്. ആദ്യമൊക്കെ അതിൽ നിന്ന് ഇപ്പോൾ ചെക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെക്ക് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ SC ഒക്കെ വരാറുള്ളതാണ്. ബട്ട് ഇപ്പൊ അത് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു മാറ്റം എടുത്തു പറയണു. നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ചാൽ തന്നെ 60%-നേക്കാൾ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം 1 by 1 ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ്. അതിലാദ്യം ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബാങ്കിങ്, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1. സോ ആദ്യം തന്നെ നമുക്ക് ബാങ്ക് എന്താണ്, അതിനുശേഷം ബാങ്ക് എന്താന്ന് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്ക്. 5 മാർക്കിന്റെ ചോദ്യത്തിൽ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായും പഠിക്കണം, ഈസിയാണ്. ബാങ്കിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അതാണ് ആദ്യത്തെ 5 മാർക്സിന്റെ എനിക്ക് തരാനുള്ള സജഷൻ ആണ്. അതിനുശേഷം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കാം. ദെൻ പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് അതിനുശേഷം പലതരത്തിലുള്ള ബാങ്കുകൾ കാണാൻ സാധിക്കും.
അതിലേതെങ്കിലും ഒന്നോ രണ്ടോ 2 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇതൊക്കെ 2 മാർക്സിന്റെ ചോദ്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നത് ഫോറിൻ ബാങ്ക് എന്താണെന്നുള്ളതാണ്. എന്താണ് എക്സ്ചേഞ്ച് ബാങ്ക്? ഇപ്പൊ നമ്മള് 2 മാർക്സിന്റെ ഏതെങ്കിലും ഒരെണ്ണം എക്സ്ചേഞ്ച് ബാങ്കോ അതുപോലെ തന്നെ പിന്നെ ഈ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ദെൻ RBI SCക്കുള്ള ടോപ്പിക്കാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ടോപ്പിക്കാണ് SCക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ നമുക്കില്ല. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്, അപ്പോൾ ഇതൊക്കെ 2 മാർക്സിൻ്റെയിലാണ്. ഫോറിൻ ബാങ്ക് 2 മാർക്കിൻ്റെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് ബാങ്ക്, ഫോറിൻ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, RBI, ഇതൊക്കെ 2 മാർക്കിൻ്റെ നോക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നമുക്ക് മെയിൻ ടോപ്പിക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു SCക്ക് എല്ലാ പ്രാവശ്യവും വരുന്നത് 3 ടോപ്പിക്കുകളാണ്. എക്സിം ബാങ്ക് നോക്കാം, 2 മാർക്സിൻ്റെ ജസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് വലിച്ചു വാരി പഠിക്കാതിരിക്കുക, സ്മാർട്ട് അപ്രോച്ച് മാത്രം കൊടുക്കുക. ദെൻ ഇതൊന്നും അങ്ങനെ കാണാനില്ല. നബാർഡ് 2 മാർക്ക് കേട്ടോ. നബാർഡ് 2 മാർക്സിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നബാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്കിൻ്റെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത്, വിട്ടിട്ട് വരാറില്ല. വെറുതെ വലിച്ചു വാരി പഠിച്ച് നേരം കളയണ്ട. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് 2 മാർക്ക് നോക്കാം. ദെൻ കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് SCക്ക് വരാറുള്ള ഒരു ചോദ്യമാണ്. അതിൽ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഈ ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് SC 10 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. മൈനേഴ്സ്, ലുണാറ്റിക് പേഴ്സണാലിറ്റീസ്, അപ്പോൾ ഇവരെ പറ്റിയിട്ട് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. മൈനർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ പ്രൊവിഷൻസ്, മൈനറിനെ പറ്റിയിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പോൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഡ്രങ്കാർഡ്സ്, മാരീഡ് വിമൻ, ഓക്കെ, ഏജൻസ്. ദെൻ അതിനുശേഷം നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്കിൽ പല ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങളെ പറ്റിയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ SCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. SCക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു 3 SA ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇതാണ് SA ക്വസ്റ്റ്യൻ. നമ്മൾ എന്തെങ്കിലും ലൈവിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇത് പറയും. അപ്പോൾ വലിയൊരു ചോദ്യമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുക. ഇതിനേക്കാളും നല്ലൊരു പ്രസന്റേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് അഗെയിൻ SCക്കും 5 മാർക്കിന്റെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആദ്യം സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. പ്രിൻസിപ്പൽ, സബ്സിഡിയറി, ഇന്നോവേറ്റീവ് ഫങ്ഷൻസ്, അങ്ങനെ 3 കാര്യങ്ങളായിട്ട് കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടോപ്പിക്കിന്റെ ഇടയിൽ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ഓരോ ടൈമുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചില സമയത്ത് വരാറുള്ളതാണ്, നോക്കി വെക്കുക. ഓവർ ഡ്രാഫ്റ്റ് 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ക്രെഡിറ്റ് ക്രിയേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ 2 മാർക്സിൻ്റെ വരാറുള്ളതാണ്, അത് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, either 5 marks or SCക്ക്. ദെൻ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് സെപ്പറേറ്റ് 5 മാർക്കിൻ്റെലും വരാറുണ്ട്. ഈ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ പറയുന്ന പല കാര്യങ്ങളും 2 മാർക്കിൻ്റെലും വരാറുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാനില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ ATM എന്താണ്, 2 മാർക്സിൻ്റെ വരുന്നതാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഫെസിലിറ്റീസ്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ടെലി ബാങ്കിങ് 2 മാർക്സ് ചോദ്യമാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് 2 മാർക്സ് ആണ്. ഇതിൽ പറഞ്ഞുള്ള പല കാര്യങ്ങളും നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 ഈ ബാങ്കിങ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാനുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും ഇതിലത്തെ കാര്യങ്ങൾ നോക്കി തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും 2 മാർക്സിലൊക്കെ വരുമ്പോൾ.
ഇപ്പൊ ഇന്റർനെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ്. ദെൻ 2 മാർക്സ് ചോദ്യം, ബാങ്ക് അഷുറൻസ് എന്താണ്? ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, നോക്കണം. മൊബൈൽ ബാങ്കിങ് ഈസി, ഇതൊക്കെ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസിലുള്ളതാണ്, എക്സാമിന് പ്രതീക്ഷിക്കാം. ദെൻ ECS എന്താണ്? ദെൻ നെഫ്റ്റ് എന്താണ്? RTGS എന്താണ്? ഇതൊക്കെ 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ്, നിർബന്ധമായി നോക്കണം. നെക്സ്റ്റ് കാണാൻ സാധിക്കും നെഫ്റ്റ്, RTGS, ECS. ഓക്കെ, RTGS, ദെൻ നെഫ്റ്റും RTGS നമ്മളെ ഡിഫറൻസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അഗെയിൻ എസ്എക്ക് റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ഒരു ചോദ്യമാണ് റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ എ ഡെവലപ്പിംഗ് ഇക്കോണമി. ഇതല്ലെങ്കിൽ ഇത് എസ്എക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഈ രണ്ട് ചോദ്യങ്ങളിലും ഏതെങ്കിലും ഒരെണ്ണം എസ്എക്ക് മാറി മാറി വരാറുള്ളതാണ്. അപ്പോ എസ്എ ടോപ്പിക്കുകൾ പറയാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആദ്യം പറഞ്ഞു ഫങ്ഷൻസ്, അതിനുശേഷം റോള് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ പറഞ്ഞു, റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞു, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സ്പെഷ്യൽ കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങള്. 4 എസ്എ ടോപ്പിക്കുകളാണ് ഇപ്പൊ പറഞ്ഞ്. ഇതിൽ നിന്ന് 3 എസ്എ ടോപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നടന്നതാ, വീണ്ടും പ്രതീക്ഷിക്കാം. അതിനേക്കാൾ മുമ്പുള്ള പേപ്പറിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാനില്ല. ഓക്കെ, ദെൻ ചില സമയത്ത് ഞാൻ പറഞ്ഞു 5 മാർക്കിന്റെയിലും ഇത് എക്സ്പെക്ട് ചെയ്യാം. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഏരിയ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെ 2 മാർക്കിന്റെയിൽ മാത്രം. ഇപ്പൊ യൂണിറ്റ് ബാങ്കിങ് 2 മാർക്സിന്റെ പ്രതീക്ഷിക്കാം. പിന്നെ എങ്ങനെ കാര്യമായിട്ടില്ല ഇവിടെ. ദെൻ അഗെയിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് RBI. RBIയുടെ ഫങ്ഷൻസ് ആണ് എസ്സിക്ക് റിപ്പീറ്റ് ആയിട്ട് പിന്നെ കണ്ടുവരാറ്. അപ്പോൾ RBI പഠിക്കുക. അതിൽ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് ഫങ്ഷൻസ്. അപ്പോൾ RBI വളരെ ഇമ്പോർട്ടന്റ് ആണ്. RBIയുടെ എസ്എ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇല്ല എന്ന് പറയാം. RBIയുടെ ഒബ്ജക്റ്റീവ്സ്, അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് ഫങ്ഷൻസ്. ദെൻ ഫങ്ഷൻസ് നോക്കിയിരിക്കണം. ബാങ്കേഴ്സ് ബാങ്ക് 2 മാർക്കിന് വരാം. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സെപ്പറേറ്റും ചോദിക്കാറുണ്ട്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും സെപ്പറേറ്റും ചോദിക്കാറുള്ളതാണ്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. റിപ്പോ റേറ്റ് ഒക്കെ നോക്കി വയ്ക്കാം. ദാ ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടേ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ്, മോറൽസ് വേർഷൻ 2 മാർക്സിന് സെപ്പറേറ്റ്. അപ്പോൾ RBI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 എസ്എ ടോപ്പിക്കാണ് ഇതിലുള്ളത്. അതിൽ നിന്ന് 3 ഇടാന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ലാസ്റ്റ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ആണ് ഇതിൽ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിൽ ഈ ബാങ്കിങ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെ നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 കാണാൻ സാധിക്കേ. അപ്പോൾ ഈ ചാപ്റ്ററിനെ പഠിച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ടൈം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ മൊഡ്യൂൾ നമ്പർ 3 നമുക്ക് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, റിപ്പീറ്റ് ആണെന്ന് തോന്നുന്നു നമുക്ക് കാണുന്ന സമയത്ത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇന്നോവേറ്റീവ്. ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നമ്മളെ ഡിഫറൻസ് 5 മാർക്കിന്റെ ചോദ്യത്തിൽ ഞങ്ങൾക്ക് മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നമ്പർ 1 പറയാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 നിന്ന് നമുക്ക് 3 എസ്എ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് സജസ്റ്റ് ചെയ്യാനുള്ളത് 5 ടോപ്പിക്കുകളാണ്. 5 ടോപ്പിക്കിൽ ഏതൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, നമ്പർ 1 എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്, പിന്നെ റോള് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ, പിന്നെ RBIയുടെ എസ്എ നിർബന്ധമായി നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ റോൾ ഓഫ് ബാങ്ക്സ് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെന്റ് അത് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കവർ ചെയ്യുക. 5 ചോദ്യങ്ങളിൽ 3 എസ്എ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 എഴുതിയാൽ മതി, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ 2 മാർക്സിന്റെ ചോദ്യങ്ങൾ ഒരു 6 വരെ ഇതിൽ നിന്ന് ഇടാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ മിനിമം 4 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. മിനിമം 3 മുതൽ 4 ചോദ്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 എസ്എ വന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അതിൽ തന്നെ 30 മാർക്ക്. 2 മാർക്സിന്റെ 6 വന്ന 12 മാർക്ക്. 5 മാർക്സിന്റെ മിനിമം 3 വരും. അപ്പൊ തന്നെ 15 മാർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 45, 55, 57 മാർക്ക് വരെ. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് മോർ ദാൻ നിങ്ങൾക്ക് 2 എസ്എ എഴുതിയാൽ മതി.
20 മാർക്ക് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 60% മാർക്സ് മൊഡ്യൂൾ നമ്പർ 1 മാത്രം പഠിച്ചാൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിലെ സ്കിപ്പ് ചെയ്യാൻ അധികം ഏരിയസ് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാത്ത ഏരിയാസ് അതിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പരമാവധി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, രണ്ടാമത്തെ മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് 2-3 വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. 5 മാർക്കിന്റെ ഒരു ചോദ്യം, 2 മാർക്കിന്റെ ഏതെങ്കിലും 2 എണ്ണം. ഇത്ര അധികം ശരിക്കും പറഞ്ഞാൽ ഡെപ്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഒരു 3 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്നൊരു എസ് ഇടാറുണ്ട്. അപ്പൊ ഇനി ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിന്റെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന 5 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് പറയാൻ ഒറ്റ ക്വസ്റ്റ്യനാ. വാട്ട് ആർ ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് പേയിങ് ബാങ്കർ ക്യാൻ റെഫ്യൂസ് പേയ്മെന്റ് ഓഫ് എ കസ്റ്റമർ ചെക്ക്? ഒറ്റ ക്വസ്റ്റ്യൻ. അതല്ലാണ്ട് വേറെ ഒരൊറ്റ ചോദ്യം പോലും ഇതിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ് 5 മാർക്കിന്റെ. SAQ ഇല്ല. പിന്നെ 2 മാർക്സിൻ്റെയിലാണ് ചെക്കിന്റെ പലതരത്തിലുള്ള ചെക്കുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത്രത്തോളം എന്താണ് മാർക്ക് ഇതിൽ നിന്ന് ഇടുന്നത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ വീണ്ടും പറയണു, ലാസ്റ്റ് 3 years ആയിട്ട് ഇതാണ് അവസ്ഥ. ഈ പ്രാവശ്യം എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഏരിയാസ് ഈ ഒരു മൊഡ്യൂളിലൊക്കെയാണ് വരുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നോക്കാം. കൂടുതൽ ഇതിലെ ചെക്കിനെ റിലേറ്റ് ചെയ്തുള്ള ഏരിയാസ്, എൻഡോഴ്സ്മെന്റ്, ഇതൊക്കെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് നോക്കാം. അതിനുശേഷം ഇതൊന്നും അങ്ങനെ കാണാറില്ല ഞാൻ പറയണു. അഗെയിൻ ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രോമിസറി നോട്ട് എന്താണെന്ന് ജസ്റ്റ് 2 മാർക്സിൻ്റെയിലേക്ക് നിങ്ങൾക്ക് നോക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കാണാറില്ല. പിന്നെ നേരെ നമുക്ക് ചെക്ക് ഡീറ്റെയിൽസിലോട്ടാണ് കിടക്കേണ്ടത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇതൊക്കെ ഞങ്ങൾക്ക് ജസ്റ്റ് നോക്കാമെന്ന് മാത്രം കേട്ടോ. കാണാത്തതുകൊണ്ടാണ്. മെയിൻ ഏരിയ ചെക്ക് തന്നെയാണ്. ദെൻ ഇൻലാൻഡ് ബില്ലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഫോറിൻ ബില്ല്, ട്രേഡ് ബില്ല് ജസ്റ്റ് നോക്കാം, അല്ലാണ്ടൊന്നും വരില്ലേ. കോമ്പറ്റീഷൻ ഓഫ് ബിൽ നോക്കാം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാങ്ക് ഡ്രാഫ്റ്റ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെക്കിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ 3 ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പൊ ചെക്ക് എന്താണെന്ന് നോക്കാം. ദെൻ അതിനുശേഷം നമുക്ക് എസെൻഷ്യൽസ് ഓഫ് എ ചെക്ക്, അതിൻ്റെ അടിയിൽ ചെക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് ഉണ്ട്. പലതരത്തിലുള്ള ചെക്കുകളുണ്ട്. ആ ചെക്കിലെ ഏതെങ്കിലും 2-3 എണ്ണം വരെ എക്സാമിന് വരാറുണ്ട്. പിന്നെ കസ്റ്റമറെ പറ്റിയുള്ള കാര്യങ്ങൾ, ബാങ്കറെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് എക്സാമിന് വരുന്നുണ്ട് 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും. ഹു ഈസ് ബാങ്കർ, ഹു ഈസ് കസ്റ്റമർ, ഇതൊക്കെ 2 മാർക്കിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ലയബിലിറ്റി ഓഫ് എ ബാങ്കർ. ഈ ഒരു ചോദ്യം 5 മാർക്കിന് വെൻ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് പേയ്മെന്റ്, 5 മാർക്സിന്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ബാങ്കർ എപ്പോഴാണ് റെഫ്യൂസ് ചെയ്യുക പേയ്മെന്റ് എന്നുള്ളൊരു ചോദ്യം. പിന്നെ കസ്റ്റമറുടെ പെർസ്പെക്റ്റീവിലുള്ള മറ്റൊരു പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, 2 മാർക്സിന്റെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, ബാങ്കർ. അതിനുശേഷം ഓവർ ഡ്യൂ, സ്റ്റെയിൽ ഓർ ഔട്ട്ഡേറ്റഡ് ചെക്ക്. ഇതിൽ സ്റ്റെയിൽ ചെക്ക് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിന് വന്നിട്ടുള്ള. അപ്പോൾ ഓവർ ഡ്യൂ ചെക്ക് എന്താണ്, സ്റ്റെയിൽ എന്താണ്, ഔട്ട്ഡേറ്റഡ് ചെക്ക് എന്താണ്? ഇത് 3 നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. സ്റ്റെയിൽ ഓർ ഔട്ട്ഡേറ്റഡ് ചെക്ക് കൺസെപ്റ്റ് സെയിം ആണ്. ഓവർ ഡ്യൂ അല്ലെങ്കിൽ സ്റ്റെയിൽ ചെക്ക് എന്താന്നുള്ളത് 2 മാർക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇനി ക്രോസിംഗ് ഓഫ് ചെക്ക്, ഇതൊക്കെ 2 മാർക്ക് ചോദ്യങ്ങളാണ്. 2 മാർക്സിന്റെ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്താണ് നോക്കിയിരിക്കണം. റെസ്ട്രിക്റ്റീവ് ക്രോസിംഗ് ഉണ്ട്. സാധാരണ ക്രോസിംഗിലെ ഡിഫറെന്റ് ടൈപ്സ് എക്സാമിന് വരാറുണ്ട് 5 മാർക്കിൻ്റെയൊക്കെ. ബട്ട് ഇപ്പൊ 2 മാർക്സിൻ്റെയിലാണ് വരുന്നത് കൂടുതൽ. അപ്പോൾ ക്രോസിംഗ് ഓഫ് ചെക്ക് നോക്കാം. ചെക്കിന്റെ പലതരത്തിലുള്ള അതിൽ ഏതെങ്കിലും 3 എണ്ണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തില് സ്റ്റെയിൽ ചെക്ക് പറഞ്ഞു, ഡിസോണർ ഓഫ് ചെക്ക്, പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്,
ഈ 3 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, സ്റ്റെയിൽ ചെക്ക്, ഡിസോണർ ഓഫ് ചെക്ക്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് നോക്കാം. വേറെ ഒന്നും ശരിക്കും ഇതിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. അതാ പറഞ്ഞേ, ഇത്ര വലിയ മൊഡ്യൂളായിട്ടേ 6ഉം 5ഉം 11 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലാണ്ട് വന്നില്ല. ഇതൊക്കെ അപ്പൊ ഇത്രത്തോളം നിങ്ങൾ പഠിച്ചാലും വരുന്ന ചോദ്യങ്ങളുടെ എസ്സേ പോലും ഒരെണ്ണം ഇട്ടില്ല അവര്. അതൊക്കെ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. ഒരു മൊട്ട മൊഡ്യൂളിൽ നിന്ന് 3 എസ്സേ ഇടാന്ന് പറഞ്ഞാൽ. എൻഡോഴ്സ്മെന്റ് നിങ്ങൾക്ക് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഒരു 5 മാർക്കിൻ്റെയിലേക്കുള്ള സജഷൻ ആണ് കേട്ടോ. പലതരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് അത് ആ രീതിയിൽ നോക്കി വെക്കുക എൻഡോഴ്സ്മെന്റിലെ. ദെൻ പിന്നെ ഇതിലിപ്പോ നോക്കാൻ ഐറ്റംസ് പറയാനില്ല. അഗെയിൻ ഞാൻ പറഞ്ഞു, ഒരു ട്രെൻഡ് ബേസിലാണ് ഞാനിപ്പോ വീണ്ടും അതെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം നോക്കാം. ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ നോക്കി നേരങ്ങളായിരുന്നു. ഡിസോണർ ഓഫ് ചെക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെക്കിൽ ഏതെങ്കിലും ഒരെണ്ണം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണ്, ഇതിനൊക്കെ എൻഡോഴ്സ്മെന്റ് എന്താണ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പൊ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കണമൊന്നും ശരിക്കും പറഞ്ഞാൽ വിരല് കുറവാണ്. ഹണ്ടീസ് 2 മാർക്സിന്റെ ചോദ്യം. 2 മാർക്കിന്റെ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹണ്ടീസിനെ പറ്റിയിട്ട് നിർബന്ധമായും പഠിക്കുക. 2 മാർക്കിൻ്റെയിലേക്കാണ് നോക്കണ്ടേ കേട്ടോ. അങ്ങനെയാണ് വരാറുള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ഏരിയാസ് ഉണ്ട്, ഇതൊന്നും കാണാറില്ല. ഡിസോണർ ഓഫ് ചെക്ക് ഞാൻ പറഞ്ഞു 2 മാർക്സിനില്ല. അപ്പൊ അതും എന്താണെന്നുള്ളൊരു അല്ലേ, ഒരു 3 സെന്റൻസിലേക്കുള്ള കാര്യം വേണ്ടോ. നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ആണ്. 5 മാർക്കിന്റെ ചോദ്യത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക് പേയ്മെന്റ്സിനെ പറ്റിയിട്ട് അതിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്സ് വന്നതാണ്. ഇലക്ട്രോണിക് പേയ്മെന്റ് എന്താണ്, അതിന്റെ റിക്വയർമെന്റ്സ്, അത് വളരെ ഈ ഒരു ചോദ്യം വീണ്ടും വരാം. റിക്വയർമെന്റ്സ് ഫോർ ഇ പേയ്മെന്റ്സ്. ഓക്കെ, അതാണ് ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പറയാനുള്ള സജഷൻ. ഈ ബേസ് ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ്സ് ഉണ്ട്, അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ത് രീതിയിലും മാർക്കാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, പലതരത്തിലുള്ള ടൈപ്പ് ഉള്ളത്. ഇങ്ങനെയുള്ള ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെയാണ് എക്സാമിന് ഇടുന്നത്. ബയോമെട്രിക് പേയ്മെന്റ് 2 മാർക്സ് ചോദ്യം കേട്ടോ, വരാം. 2 മാർക്സിൻ്റെ എക്സ്പെക്ട് ചെയ്യാം. P2P ഇതൊക്കെ നോക്കി വയ്ക്കാം. അപ്പൊ ഇങ്ങനെ മൊഡ്യൂൾ നമ്പർ 2 പോകുമ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു 11 മാർക്ക് 12 മാർക്കൊക്കെയാണ് എക്സാമിന് വരുന്നത്. 5 മാർക്കിൻ്റെ 2 വരാം. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ, ഒരെണ്ണം ഈ പറയുന്ന പേയ്മെന്റ് റെഫ്യൂസ് ചെയ്തതിനെ പറ്റിയുള്ള ഒരു ചോദ്യം, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഡിഫറെന്റ് ഈ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്നുള്ളത്. പിന്നെ 2 മാർക്സിൻ്റെ ഒരു 3 ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെക്ക് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെക്ക്, അതിൽ ഈ പറഞ്ഞ സ്റ്റെയിൽ ചെക്ക്, ഡിസോണർ ഓഫ് ചെക്ക്, ക്രോസിംഗ് ഓഫ് ചെക്ക്, ക്രോസിംഗിൽ തന്നെ പലതരത്തിലുള്ള ക്രോസിങ്, ഇതൊക്കെ ചെക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് നോക്കുക, എൻഡോഴ്സ്മെന്റ് നോക്കുക, ദെൻ പേയ്മെന്റ്സ്, ഈ പേയ്മെന്റ്സ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. ഇത്ര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഇതല്ലാണ്ട് മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇതിൽ, ബട്ട് അത് വരുന്നില്ല. പിന്നെ ഈ ബില്ല് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതിൽ പലതരത്തിലുള്ള ബില്ലില്ല, അതൊക്കെ ജസ്റ്റ് ഒക്കെ 2 മാർക്കിന് എനിക്ക് നോക്കി വയ്ക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 2. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3. മൊഡ്യൂൾ നമ്പർ 3യിലത്തെ പല കാര്യങ്ങളും മൊഡ്യൂൾ നമ്പർ 1ൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് പഠിക്കാൻ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവേ ഉള്ളൂ. അപ്പോ ഈ ബാങ്കിങ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് നേരത്തെ കണ്ടതാണേ. ഇത് 5 മാർക്കിലേക്ക് വേണമെങ്കിൽ വരാം, എസ്സേക്ക് വിടാം. അപ്പോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെ വീണ്ടും ഇതിൽ വരാണ്. ഇത് നേരത്തെ കണ്ടല്ലേ അഡ്വാൻറ്റേജസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ച കുട്ടിക്ക് മൊഡ്യൂൾ നമ്പർ 3യിൽ ഒന്നുമില്ല. ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ ഞാൻ എന്തെങ്കിലും പറയണോ? പിന്നെ ഇത് എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ കാലഘട്ടത്തില്? ഇത് 2019 സിലബസാ, അല്ലെങ്കിൽ അതിനായിട്ട് മുമ്പുള്ളതാ. വർഷങ്ങൾ ഇത്രയില്ലേ, സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ വലിയ കാര്യമായിരുന്നു. ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. ടെലി ബാങ്കിങ്, അല്ലെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ 10 വർഷമായി ഉണ്ടാവും ഈ സിലബസ് ഇട്ടിട്ട്. ഈ ചെക്ക് 2 മാർക്ക്,
നമ്മുടെ ഇതൊക്കെ അത് ഔട്ട്ഡേറ്റഡ് ആകേണ്ട സമയം കഴിഞ്ഞു. സംഭവം ഇതിന് ഇപ്പോഴും പ്രസക്തി ഇല്ല എന്നല്ല പറയണ, ബട്ട് അന്ന് ഇത് കുറച്ചും കൂടി വലിയൊരു സംഭവമായിരുന്നു. ECS ഇതൊക്കെ അവിടെ കണ്ടതല്ലേ, ഈ നെഫ്റ്റ്, RTGS. അപ്പൊ നമ്മൾ നേരത്തെ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ച കാര്യങ്ങളാണ് ഇതില് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. ECS, പിന്നെ നമുക്ക് കോർ ബാങ്കിങ് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാം. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കോർ ബാങ്കിങ്. നോക്കാം. EFT അഗെയിൻ 2 മാർക്സ് ചോദ്യമാണ്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇതും ചാപ്റ്റർ നമ്പർ 1 RTGS പറഞ്ഞ തന്നെ അങ്ങനെ വീണ്ടും വരല്ലേ. നെഫ്റ്റ് വീണ്ടും വരാണ്. ഓക്കെ, നെഫ്റ്റും RTGS നമ്മളുടെ ഡിഫറൻസ് മൊഡ്യൂൾ നമ്പർ 1 നമ്മൾ കണ്ടതാ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഈ പേഴ്സ് 2 മാർക്സ് ചോദ്യം കേട്ടോ, ഈ പേഴ്സ്. ദെൻ പിന്നെ വരുന്നത് വെർച്വൽ ബാങ്കിങ് ആണ്, 2 മാർക്കിന്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ 2 മാർക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിലത്തെ അല്ലാണ്ട് അഡീഷണൽ ആയിട്ടുള്ള 2 ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ വെർച്വൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ബാക്കിയുള്ളതൊക്കെ മൊഡ്യൂൾ നമ്പർ 1 പറഞ്ഞ അതേ കാര്യങ്ങൾ വീണ്ടും വരാണ്. മനസ്സിലാവുണ്ടോ? അതല്ലാണ്ട് ഒന്നുമില്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താന്ന് നോക്കാം. ആദ്യമൊന്നും കാണാറില്ല ഈ ഒരു ചോദ്യം, ബട്ട് ഇപ്പൊ 2 മാർക്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യങ്ങൾ 5 മാർക്കും. മുദ്രാ ലോൺ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ, മുദ്രാ ലോൺ 2 മാർക്കിൻ്റെ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഈ ബാങ്കിങ് സബ്ജക്റ്റില് ആദ്യത്തെ 3 മൊഡ്യൂൾ ബാങ്കിങ് ആണ്. അതിൽ ഈ മൊഡ്യൂൾ നമ്പർ 1 ആണ് ഫുൾ. മൊഡ്യൂൾ നമ്പർ 1 പറഞ്ഞ മെജോറിറ്റി കാര്യങ്ങൾ മൊഡ്യൂൾ നമ്പർ 3 വീണ്ടും വരുന്നുണ്ട്. മൊഡ്യൂൾ നമ്പർ 2 നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. സോ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻസിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടുള്ള ആണ് മൊഡ്യൂൾ നമ്പർ 4 and 5 ഇൻഷുറൻസ്. ഇതിൽ നിന്ന് ഒരു എസ്സേ ഉണ്ടായിരിക്കും, 5 മാർക്കിന്റെ ഒരു ചോദ്യം ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെയിലും വരാറുണ്ട്. ഇതാണ് മൊഡ്യൂൾ നമ്പർ 4ഉം 5ഉം കമ്പൈൻ ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇൻഷുറൻസ് എന്താണ് ആദ്യം നോക്കാം. 2 മാർക്സിൻ്റെ ഇൻഷുറൻസിൻ്റെ ഡെഫിനിഷൻ 2 മാർക്കുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ എസ്സേക്ക് വരുന്നത് അതൊക്കെയാണ്. ഇൻഷുറർ ആരാണ്, കോൺട്രാക്ട് എന്താണ്, ഇതൊക്കെ നോക്കി വയ്ക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഷുറൻസിൻ്റെ ക്വസ്റ്റ്യനിൽ 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് 5 മാർക്സിൻ്റെ വന്നു. പിന്നെ ഇൻഷുറൻസിൻ്റെ എസ്സേക്ക് വന്നത് ഒബ്ജക്റ്റീവ്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് LIC ആൻഡ് GIC. ഇതൊക്കെയാണ് 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഷുറൻസിൻ്റെ ബേസ്, റീ ഇൻഷുറൻസ് 2 മാർക്ക്, ഡബിൾ ഇൻഷുറൻസ് 2 മാർക്ക്, നോ ക്ലെയിം ബോണസ് 2 മാർക്ക്. ഇതൊക്കെ നോക്കണം കേട്ടോ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഷുറൻസ് നോക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, 5 മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് റോൾ ആണ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ 5 മാർക്കിൽ പ്രതീക്ഷിക്കാം ഇമ്പോർട്ടൻസ് ആൻഡ് റോള് അഗെയിൻ 5 മാർക്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് എസ്സേക്ക് ഇടാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 4 എണ്ണത്തിൽ ഒരെണ്ണം. ശരിക്കും ബാങ്കിങ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ 2 എസ്സേ കിട്ടും. ഇൻഷുറൻസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് 5 മാർക്കിൻ്റെയിലേക്കും അതുപോലെ തന്നെ എസ്സേക്കും പ്രതീക്ഷിക്കാം. 2 മാർക്സിൻ്റെ ചോദ്യമാണ് ഈ ടേമുകൾ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റെമിനിറ്റി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്, ഇതൊക്കെ 2 മാർക്കിൽ വരാം. ഡബിൾ ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു. പിന്നെ പ്രോക്സിമേറ്റ് കോസ്, കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസിൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് ഇൻഷുറൻസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു എസ്സേക്ക് വന്നിട്ടായിരുന്ന ചോദ്യം ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ജനറൽ ഇൻഷുറൻസ്, അതിൻ്റെ റോൾ ആൻഡ് ഫങ്ഷൻസ് ആണ് എസ്സേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് എസ്സേക്ക് ഈ ഇൻഷുറൻസിൻ്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് റോളാണ്. ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഷുറൻസിൻ്റെ ബേസിക് കാര്യം ഇതാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 മൊഡ്യൂൾ നമ്പർ 4 നിന്നോ 5 നിന്നോ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ LIC അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ബേസിക്സ്, ഇമ്പോർട്ടൻസ്, ഫങ്ഷൻസ്, ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് എസ്സേക്ക് വരിക. ഓക്കെ,
ദ സിഗ്നിഫിക്കൻസ്, ഫങ്ഷൻസ്, ബെനഫിറ്റ്സ്, ഈ ബേസിക് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇൻഷുറൻസിൻ്റെ എന്താണ് ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിലോട്ട് വരുമ്പോഴും കാണാൻ സാധിക്കുന്നത്. LIC എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, റോള്, ഇത് പഠിക്കുക. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഈ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വരാറുണ്ട് കേട്ടോ. ദ ഇമ്പോർട്ടൻസ്, കഴിഞ്ഞ സെസ് വീണ്ടും വരാം, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്. അത് നമ്മുടെ ഇൻഷുറൻസിൻ്റെ ബേസിക്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്. പിന്നെ ഉള്ള കാര്യങ്ങൾ തന്നെ, അതിൽ വേറെ പുതിയതായിട്ടൊന്നും ഇല്ല കേട്ടോ. LIC ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. LIC എന്നാണൊക്കെ ഇൻഷുറൻസിൻ്റെ ബേസും അതുപോലെ തന്നെ LICനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് കണ്ടുവരാറ്, അതല്ലാണ്ട് ഇല്ല കേട്ടോ. അടിയിൽ വീണ്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് കാണാൻ സാധിക്കും. കുറച്ചും കൂടി നല്ല പ്രസൻറ്റേഷൻ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ്. ഇൻഷുറൻസ് ആക്ട് ഒന്നും അങ്ങനെ കാണാറില്ല. ടൈമുകൾ നോക്കാം, വെറുതെ നോക്കി നേരം കളയരുത്. LIC, GIC, അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റോൾ തന്നെയാണ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത്. അത് വിട്ടിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻ മൊഡ്യൂൾ നമ്പർ 4 നിന്ന് ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ്, മറ്റു കാര്യങ്ങൾ. സബ്രോഗേഷൻ നോക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഒക്കെ 2 മാർക്കിലേക്ക് നോക്കാം. ബാക്കിയൊന്നും വെറുതെ നോക്കി നേരം കളയാം. ഫയർ ഇൻഷുറൻസ് എന്താണെന്ന് 2 മാർക്കിലേക്ക് നോക്കാം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ, അതിൽ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ മെറൈൻ ഇൻഷുറൻസ് 2 മാർക്ക്, ഫയർ ഇൻഷുറൻസോ മെറൈൻ ഇൻഷുറൻസോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രതീക്ഷിക്കുന്നില്ല. വാറണ്ടീസ് 2 മാർക്ക് ചോദ്യമാണ്. ഇൻഡെംനിറ്റി, ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഒരുപാടുള്ളത് എവിടെയാ, ലാസ്റ്റ് ഏരിയയിലാണ്. ഓക്കെ, കുറേ ആൾക്കാരെൻ്റെ എപ്പോഴും ചോദിക്കുന്നതാണ് സ്കിപ്പ് ചെയ്യേണ്ട ഏരിയാസ് ആദ്യം എടുത്ത് പറയാം. കാരണം വേണ്ടത് മാത്രം നോക്കി പോയാൽ മതിയല്ലോ, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ. ദാറ്റ്സ് ഓൾ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മൊഡ്യൂളിൽ 3 മൊഡ്യൂൾ ബാങ്കിങ് ആണ്. അതിൽ മൊഡ്യൂൾ നമ്പർ 1, 3 എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. മൊഡ്യൂൾ നമ്പർ 1 നിന്നാണ് എല്ലാ ചോദ്യങ്ങളും വരുന്നത്. essay 2 മാർക്സ്, 5 മാർക്സ്. മൊഡ്യൂൾ നമ്പർ 2 നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. ഇൻഷുറൻസ് ആണ് 4ഉം 5ഉം. അതിൽ ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്. LIC ആൻഡ് GIC അതിനെ പറ്റിയുള്ള റോൾ, ഇമ്പോർട്ടൻസ്, ഇതാണ് എക്സാമിന് വരുന്നത്. പിന്നെ 2 മാർക്സിൽ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, ഫയർ, മെറൈൻ, ഇതൊക്കെ നോക്കി വയ്ക്കാം. ഓക്കെ, സോ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം മൊഡ്യൂൾ നമ്പർ 1 മാത്രം പഠിച്ചാൽ തന്നെ സൂപ്പറായി. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഇൻഷുറൻസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലോ പേപ്പർ, കോർപ്പറേറ്റ് റെഗുലേഷൻസ്, ആ ഒരു പേപ്പറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞു പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ QTDയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും ക്ലാസ്സസ് BCom BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.